ചെയ്തിട്ടില്ല. ഒരാളെ നയാ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല. ഇന്ന് നേരം പോലത്തെ ഇതുവരെ നിങ്ങൾ എല്ലാരും പാടഞ്ച പച്ചർച്ചിരുന്നു. ഞാൻ ഏറ്റവും അടിയുന്നാണ് എടുത്തത്. പിന്നെ 2ാം സമ്മാനം നാസർഖാനെ കൊണ്ട് എടുപ്പിച്ചു. പിന്നെ നാട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ടിക്കറ്റ് എടുത്തത്. ഇച്ചിതിനൊന്നും ഒരു പൂതിയില്ല ചങ്ങായിമാരെ. എന്തായാലും പിന്നെ ഇതിന് നിങ്ങൾ കുറെ വേണ്ടാത്ത കമന്റ് ചെയ്തും അത് നമുക്ക് സ്വാഭാവികമാണ്. നാസർക്ക് എപ്പം എന്താ വെച്ചാൽ നിലവിൽ വേറെയുള്ള ഒരു സമയമല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി വർക്ക് കാര്യങ്ങളൊക്കെ നല്ല പെൻഡിങ് ആയി കിടക്കാം. ഇപ്പോൾ എടുത്ത വീട് തന്നെ തീർന്നിട്ടില്ല, 30 പേരെ കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾക്ക് നിലത്തേക്കുള്ള സമയമല്ല, ഉറപ്പുള്ള ഒല്ലാത്ത പരിപാടിയാണ്, പെരും പരിപാടി. അപ്പോൾ എന്താ വെച്ചാൽ ഇൻഷാല്ലാ പരിപാടി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും മഴയാണ്, നമ്മൾ എന്തായാലും കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു മാസത്തോളം എന്തായാലും സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു പോക്കാണെങ്കിൽ. അപ്പോൾ ഇൻഷാല്ലാ 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം. ഏത് സമയത്ത് നിങ്ങൾ എന്നെ വിളിച്ചോ? ആയിക്കോട്ടെ. ഞാനെല്ലാം കുഞ്ഞാൻ എന്താ വർത്താനം? ഉഷാറല്ലേ? ഇജ്ജ് പറഞ്ഞ ഒരു പൈസയും വാങ്ങല്ല. ഇജ്ജ് കരിങ്കലിന്റെ മണിക്കോയിട്ടല്ല ജീവിക്കണേ. അല്ലാന്ന് ഇത് സംഭവം എന്താ പറയുക, പോയിന്റ് അക്കരെ നിന്നിട്ട് ഇക്കരെ നിക്കണോന് തുണി പൊന്തിച്ച് കാണിച്ചു വെക്കണ പരിപാടി അത്. ഇത് കർണാടകത്തിൽ നടക്കുന്ന സംഭവമാണ്. എന്നിട്ട് അവിടെ ബിൽഡിങ്ങും കാര്യങ്ങളും കാറും ഇതൊക്കെ അവിടെ സമ്മാനമൊക്കെ അവിടെ. എന്നിട്ട് കേരളത്തിലുള്ള ജനങ്ങളോട് കൂപ്പൺ എടുപ്പിച്ചിട്ട് ജനങ്ങളെ ഊമ്പിക്കുക. കർണാടകത്തിലെ ആൾക്കാരൊന്നും പറയാത്ത എന്താ വെച്ചാല് ഓൽക്കിതൊന്നും അറിയില്ല. വീടൊക്കെ അവിടെ കർണാടകത്തില്. എന്നിട്ട് പൈസ കൂപ്പണൊക്കെ അവിടെ വിൽക്കണേ കേരളത്തില്. ഇമാരി എളുപ്പമാലാത്ത പരിപാടി. ഇങ്ങനത്തെ ബ്ലോഗർമാരൊക്കെ എന്തായിട്ടറിയോ, ചൂലെടുത്തിട്ട് അടിക്കണോ? തമാശ. ഇത് ഫുള്ള് തട്ടിപ്പന്നെ. അല്ല ഇപ്പൊ കർണാടകത്തിൽ ബിസിനസ് ചെയ്തിട്ട് അവിടെ കർണാടകത്തിൽ പിരിപ്പിച്ചാ പോരാൻ. കർണാടകത്തിലെ വീടും കാര്യങ്ങളൊക്കെ അല്ലേ. എല്ലാരും വിചാരിക്കും കേരളത്തിൽ മലപ്പുറത്തും കോഴിക്കോടൊക്കെയാണ്. അതൊന്നല്ല, ഇത് കർണാടകത്തിലെ ഈ സംഭവമൊക്കെ അല്ലേ, വീടും ഇതൊക്കെ. എന്നിട്ട് അവിടുന്ന് വീടും ഒക്കെ കാര്യങ്ങളൊക്കെ അവിടെ. എന്നിട്ട് ഇവനും എന്റെ പെണ്ണുങ്ങളൊക്കെ പോയിട്ട് ബ്ലോഗർമാർ പോയിട്ട് അവിടുന്നാണ് വീഡിയോ ചെയ്യണത്. എന്നിട്ട് ഇപോലെ ഇപ്പൊ ഒരു 10, 25, 30 ആൾക്കാർ വേറെയും ജോലിക്കാരെന്താ കൂപ്പൺ എഴുതി ഉണ്ടാക്കാൻ. ഞാനൊക്കെ പറഞ്ഞ കയറി പോവല്ല. എന്നിട്ട് കറന്നിട്ട് ഇങ്ങനെ പറയാ, ഞാൻ ആരും നക്കിയില്ല. കുഞ്ഞാനെ ഞാൻ അന്നെ മാത്രം കുറ്റപ്പെടുത്തി പറയല്ലോ. ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ റീൽസ് ചെയ്യേ, വീഡിയോ ചെയ്യേ, അതിന് എന്തെങ്കിലും കിട്ടണ വാങ്ങി തിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തോളി. പക്ഷെ ഇങ്ങനത്തെ എന്താ വെച്ചാല് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നിങ്ങൾ കൂട്ടിക്കരുത്. അതിൽ കുറെ ആൾക്കാർ സംസാരിക്കണ്ട് മറ്റത് മറിച്ചത് എന്നൊക്കെ. ശരിക്കും മലയാളമല്ലോ പറയണത്. പിന്നെ പക്കല്ല അതിന്റെ ബോർഡറിൽ നിൽക്കുന്ന ആൾക്കാർ സംസാരിക്കൂല അതേമാതിരി. പിന്നെ സമ്മാനം കിട്ടിയ ചങ്ങായി അതാ, ഓന് തീരെ ഒഴിവില്ല. ഓന് കട്ട വിരിക്കാനും മറ്റേനൊക്കെ പോണ മനുഷ്യനാണ്. ഓനിഞ്ഞ ഒരു മാസം കഴിയണം ഈ പെരന്ന് പോയി കാണണമെങ്കിൽ. പിന്നെ പറയണ്ട് മഴക്കാലല്ലേ, ഞാൻ ഒരു മാസം ലീവ് എടുത്തോണ്ട്. അന്ന് ആരോ പറയിപ്പിച്ച് പറയണ മാതിരിയാ പല പരിപാടി. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയോളൂ, ഇതിനൊന്നും നിക്കണ്ട. നിങ്ങൾ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തോളി. നിങ്ങൾക്ക് ഒരു 1000 ഉറുപ്പ്യ ഉണ്ട്, പാവപ്പെട്ട ആരെങ്കിലും പറയും എനിക്ക് സുഖമല്ല, ഞാൻ രോഗിയാണ്, മറ്റേ കൊടുത്തോളി, ആരും ഒന്നും പറയില്ല. ഇമാരി പൊലിയാട്ടിലുണ്ടല്ലോ എന്താ വെച്ചാൽ കൊടുക്കുന്നത് വെച്ചാല് പോയിന്റ് അക്കരെ നിന്നിട്ട് തുണി വന്നിച്ചിട്ട് ഇക്കരെല്ലാം കാണിച്ചു കൊടുക്കുന്ന പരിപാടി അത്. ഇതിനൊന്നും ആരും കൂട്ടിക്കരുത്, തമാശ അല്ല. ഇനിയിപ്പോ ഏത് ബ്ലോഗർ തന്നെ ആയാലും, ഇവനല്ല ഇനിയിപ്പോ ഏത് ബ്ലോഗർ ആയാലും. വേറെ എന്താണ് കാദർ എന്തോ ഒരു ചങ്ങായി പറഞ്ഞിട്ട് ഓനുണ്ട് ഇതേമാതിരി വേറെ ചങ്ങായി 2 കോടി ഉറുപ്പ്യന്റെ പെരണ്ടാക്കീന്. പിന്നെ ഓന് സുഖമല്ല. പൊന്നാര മോനെ സുഖം പഠിച്ചോന്ന് തരുന്ന. ഇന്നിപ്പോ ഞാൻ സംസാരിക്കണത്, നാളെ ഞാൻ സംസാരിക്കാനുണ്ടാവുമോ, ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്താ വെച്ചാല് കയ്യണം പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാണ്ട് ജീവിച്ചോളി, അതാണ് നല്ലത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും റീൽസോ മണ്ണാങ്കട്ട ചെയ്തിട്ട് കിട്ടണ നിങ്ങൾ നക്കിയോളി. ഇത് ഏതോ നാട്ടിൽ കിടക്കുന്ന ആൾക്കാർക്ക് കേരളത്തിലെ പൈസ ബംഗാളിയിൽ പണിയെടുത്ത് ബംഗാളിൽ കൊണ്ടാണ് ആരും ചെയ്യാൻ കൊടുക്കല്. നിങ്ങൾ ഇത് നറുക്കെടുക്കണതും കൂപ്പൺ എടുക്കുന്ന ആൾക്കാർ ചിന്തിച്ചോളി. എന്താ വെച്ചാൽ നിങ്ങൾ ഒരു പൊട്ടന്മാരായി, അതാണ് സത്യം. ഇതൊന്നും അല്ല ഇതിന്റെ അവസ്ഥ, ഇതൊന്നും അല്ല. ഇതിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ആ നറുക്കെടുപ്പിലൊക്കെ ഒരുപാട് ആൾക്കാരല്ല, ഒക്കെ പോലെ ആൾക്കാർ തന്നെ. ഞാൻ എനിക്ക് കണ്ണുകടി കൊണ്ട് പറയുന്നല്ല കേട്ടോ. എന്താ വെച്ചാൽ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യരുത്. ഞാൻ എന്താ വെച്ചാൽ കണ്ടത് ഞാൻ പറയും. ഇതിന്റെ അടിയിൽ ഇനി കുറെ ആൾക്കാരുണ്ട്. എന്റെ കണക്ക് എത്ര തന്ത, എനിക്കൊരു തന്തയുള്ളൂ. പക്ഷെ നിങ്ങൾ ഏതും നല്ല ചിന്തിച്ചോളൂ. ഞാനും നല്ല തീർച്ചയായിട്ടും പറയും, മോശക്കാരനൊന്നല്ല ഞാൻ. ഓക്കെ അല്ല. അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം. ഇങ്ങനത്തെ ഒലക്കന്റെ മൂടിലെ നറുക്കെടുപ്പുണ്ടല്ലോ, ഇതെന്നെ ഒഴിവാണ് അന്ന് കേരളം നന്നാവുള്ളൂ. ഇതിനി കൂടിയോണ്ട് നിൽക്കുള്ളൂ. ഇതിന് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇങ്ങനെ കൂടിയോണ്ട് നിൽക്കും. ഓനെന്നെ പറയുന്നുണ്ട് ഒരു വട്ടത് മാറ്റി വെച്ചാണ്. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിലെ പേടിച്ചിട്ടാണ് പെട്ടെന്ന് നറുക്കെടുപ്പ് എടുത്ത്. നറുക്കെടുത്താലോ എല്ലായിടത്തും പന്തിയേടുണ്ട്. അല്ല പിന്നെ അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം.